കൊടുങ്ങല്ലൂർ ബിജു വധക്കേസിൽ കുറ്റാരോപിതരായ 14 RSS BJP പ്രവർത്തകരെ വെറുതെ വിട്ടു. തൃശൂർ ജില്ലാ കോടതിയാണ് കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. AR ശ്രീകുമാർ, KP ഉണ്ണികൃഷ്ണ, LK മനോജ് ഉൾപ്പെടെയുള്ളവരാണ് കുറ്റവിമുക്തരായത്. വിവരങ്ങളുമായി M മനോജ് ചേരുന്നു. മനോജ്, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, കൊടുങ്ങല്ലൂരിലെ CPM DYFI നേതാവായിരുന്ന KU ബിജു കൊലക്കേസിലാണ് ഈ BJP RSS പ്രവർത്തകരെ കുറ്റവിമുക്തരാക്കിയത്. ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണ് തൃശൂർ ജില്ലാ കോടതി ഈ 14 പേരെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഈ തൃശൂർ 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KV രജനീഷാണ് ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രനായിരുന്നു ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന ഈ KU ബിജു 2008 ആക്രമിക്കപ്പെട്ടത്. പിന്നീട് ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CPM അന്ന് ഉന്നയിച്ചിരുന്നത് BJP RSS പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഇത്തരത്തിൽ ഈ അറസ്റ്റിലായിട്ടുള്ള അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കവേ ഈ BJP RSS പ്രവർത്തകർ 14 പേരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ട് കോടതി ഇവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇത് കൃത്യമായും CPMന്റെ ഇത്തരത്തിലുള്ള BJP പ്രവർത്തകരെ അല്ലെങ്കിൽ RSS പ്രവർത്തകരെ വേട്ടയാടാനുള്ള ആ ഒരു അവരുടെ ഒരു സമീപനത്തിനാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നതെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമൂലം പലതരത്തിലുള്ള ആക്രമണങ്ങളും CPMന്റെ ഭാഗത്തു നിന്നും BJP പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ വലിയ തരത്തിലൊരു പ്രചരണം നടന്നിരുന്നു. RSS BJP പ്രവർത്തകരാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നും അതിലൊക്കെ തന്നെ വലിയ തരത്തിലൊരു വലിയ പ്രചരണം നടത്തിക്കൊണ്ട് BJP പ്രവർത്തകരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതിനുള്ള ഒരു തിരിച്ചടിയായാണ് ഇപ്പോൾ ഈ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. രോഹിണി, ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.